Hello, welcome to Ramoji Film City. Welcome you all. It's an integrated film studio facility in Hyderabad, India, and spread over 2000 acres. It's the largest film studio complex in the world. ഗിന്നസ് റെക്കോർഡുള്ളതാണ്. ഇത് അതിവിസ്തൃതമായതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ബസ്സിൽ കയറ്റിയാണ് കൊണ്ടുപോയി എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നത്. അതിബൃഹത്തായ സ്റ്റുഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മിക്കവാറും എല്ലാം തന്നെ അവിടെ വെച്ച് ചിത്രീകരിക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ, ചെറിയ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളും മുറ്റങ്ങളും, അതുപോലെ തന്നെ ഓഫീസുകൾ, ജയില് എന്ന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇൻക്ലൂഡിങ് കോർട്ട് ഓഫ് ജസ്റ്റിസ് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഐഡൽസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. അതായത് ലോർഡ് ശിവ, സരസ്വതി, അങ്ങനെ ഐഡൽസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. അമ്പലം പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ സദസ്സ് അതുപോലെ തന്നെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. കിങ്ങും സദസ്യരുമാണെന്ന് തോന്നുന്നത് പോലെ തന്നെ കസേരകളിൽ സ്റ്റാച്യൂസ് പണിത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ സിനിമ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സ്പേസ് അവിടെയുണ്ട്. ആ സജ്ജീകരണങ്ങൾ അതിനു വേണ്ടുന്നത് പോലെ ഉണ്ടാക്കിയെടുത്താണ് ചെയ്യുക. പല മലയാള സിനിമകളും, മീശമാധവൻ, ദൃശ്യം, അങ്ങനെ പല മലയാള സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പോലും. ഈ പെയിൻറ്റിങ്സൊക്കെ ബാഹുബലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ കാണുന്ന പല നിർമ്മിതികളും ആ ബാഹുബലി സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫിലിമിൽ നായകൻ വളരെ വീരപുരുഷനായിട്ട് വലിയ വെയിറ്റ് എടുത്തുകൊണ്ട് പോവുകയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈസിയായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വെറും ടെക്നിക്സ് മാത്രമാണെന്നുള്ളത് അവർ ഇവിടെ നിന്ന് നമുക്ക് കാണിച്ചു തരും. എല്ലാം ഒരു പറ്റിക്കൽ മാത്രമാണ്. ഇപ്പോൾ എഐയുടെ ഹെൽപ്പും സിനിമയിലേക്ക് വന്നു കയറിയിട്ടുണ്ട്. ഇത് ബാഹുബലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. കോംപ്ലക്സിനുള്ളിൽ പ്ലെയിന്, റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ ആ കോമ്പൗണ്ടിലുണ്ട്. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നൂല ഇത് ആർട്ടിഫിഷ്യലാണെന്നോ സെറ്റിനുള്ളിലുള്ളതാണെന്നോ ഒന്നും. അത് ഒറിജിനൽ എയർപോർട്ടും ഒറിജിനൽ റെയിൽവേ സ്റ്റേഷനും ആണെന്നൊക്കെ തോന്നുള്ളൂ. ആഹാ, ഇത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ ഞങ്ങളൊരു പ്ലെയിനിനകത്ത് കയറി. പ്ലെയിനിൻ്റെ അകം എങ്ങനെയോ അതുപോലെ പണിത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി ഇരുന്ന് ഷൂട്ട് ചെയ്താൽ പ്ലെയിനിൻ്റെ അകമാണെന്നേ തോന്നുള്ളൂ. നമ്മുടെ കൂട്ടരെ കണ്ടില്ലേ? നല്ല പുറകിലാണോ? പലതും കണ്ടും കേട്ടും ക്യാമറയിൽ പകർത്തിയും പോകുമ്പോൾ കൂടെയുള്ളവരൊക്കെ എവിടെയാണെന്ന് വലിയ ഗ്രാഹ്യം കാണുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കിയിട്ട്, അല്ലെങ്കിൽ തൊപ്പിയോ വസ്ത്രങ്ങളോ ഒക്കെ അടയാളങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നത്. ഓരോ സെറ്റിങ്സും കണ്ടു കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് നല്ലൊരു ബസ്സിലായിരിക്കും. അതുകൊണ്ട് എളുപ്പമാണ്. കണ്ടില്ലേ അവിടെ ഒരു ബസ് വന്ന് കിടക്കുന്നത്? ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകാൻ വരുന്നതാണ്. ഓക്കെ ദെൻ ബൈ. Thank you.